LMR London Malayalam Radio, the station that loves God's own country and its people. London Malayalam Radio. LMR. ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട മോനെ മോളെ, സുഖമാണോ? ഹാപ്പിയാണോ? ഞാൻ മാത്യു, സുഖമായിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു. വളരെ സന്തോഷപൂർവ്വം സ്നേഹപൂർവ്വം നിങ്ങളുടെ അടുത്ത് ഇടിയഗീതവുമായിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് കൂടുതൽ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും സന്തോഷവും സമാധാനം ദൈവം തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ദൈവത്തിന്റെ അനുഗ്രഹവും അല്ലെങ്കിൽ ശാപത്തെപ്പറ്റി മനുഷ്യന് ഭയങ്കര പേടിയുണ്ട്. ചിലരിങ്ങനെ പറയാറുണ്ട്, എന്റെ ജീവിതത്തിലുണ്ടാകുന്ന തകർച്ചയ്ക്ക് അല്ലെങ്കിൽ രോഗപീഠയ്ക്ക് ഞാൻ സാമ്പത്തികമായിട്ടും മറ്റു വിധത്തിലും ഉയരാത്തതിന് കാരണം എന്റെ പൂർവ്വപിതാക്കന്മാരുടെ പ്രവൃത്തി കാരണമാണ്. ചിലരിങ്ങനെ ചിലരോട് അഡ്വൈസ് ചെയ്യാറുണ്ട്, നിങ്ങളുടെ തകർച്ചയ്ക്ക് കാരണം നിങ്ങളുടെ തലമുറയിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ ചെയ്ത പാപത്തിന്റെ ഫലമാണ് എന്നൊക്കെ പറഞ്ഞു തരുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മുടെ അന്ധവിശ്വാസത്തിലേക്കും അതുപോലെ തന്നെ നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ വെറുക്കുവാനൊക്കെയായിട്ട് കാരണമായിത്തീരുന്നുണ്ട്. യഥാർത്ഥത്തിൽ അനുഗ്രഹം എന്താണ്, ശാപം എന്താണ്? ഇതാണ് ഈ ഇടയത്തിലൂടെ നമ്മളിന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് കേൾക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പഴയ നിയമത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നേരിട്ട് അബ്രഹാത്തിനെ, ഇസഹാക്കിനെ, യാക്കോബിനെയും മറ്റ് അനേകരെയും അനുഗ്രഹിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അവരോട് നേരിട്ട് ഒന്ന് പറയുകയാണ്, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമാണെന്നൊക്കെ പറയുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോഴും കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ലോകത്തിന്റെ അവസാനം വരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് സഹായകനായിട്ട് ഞാൻ എന്റെ ആത്മാവിനെ തരുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ദൈവം നമ്മുടെ കൂടെ തന്നെയുണ്ട്. ദൈവം ഒരിക്കലും നമ്മളെ വിട്ടിട്ട് പോകുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ശാപകരമായിട്ടുള്ള ഒരു അവസ്ഥ കടന്നു വരുന്നത്? അത് ആരുടെയെങ്കിലും ശാപമാണോ? ഒരിക്കലുമല്ല. ആരുടെ ശാപം നമുക്ക് ഏൽക്കത്തില്ല. എല്ലാ പാപവും ശാപവും കർത്താവായ യേശുക്രിസ്തു തന്റെ കാകുൽത്ത ബലിയിലൂടെ മാറ്റി നമുക്ക് ദൈവമക്കൾ എന്നുള്ള സ്ഥാനം തന്നിരിക്കുന്നു. പിന്നെ പലപ്പോഴും എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഈ തകർച്ചയുടെ അവസ്ഥ വരുന്നത് എന്ന് ഇനി മുന്നോട്ടുള്ള വചനഭാഗങ്ങളിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ദൈവം പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന്. ബൈബിളിൽ അനേകം തവണയാണ് പറഞ്ഞിരിക്കുന്നത്, ഭയപ്പെടേണ്ട. എവിടെയെല്ലാം ദൈവം മനുഷ്യന്റെ അടുത്ത് കടന്നു വരുന്നു അവിടെ എല്ലാം വന്നുകൊണ്ട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതാണ് നമ്മുടെ തകർച്ചയുടെയും പ്രശ്നത്തിന്റെയും ശാപകരമായ അവസ്ഥയുടെയും ഒന്നാമത്തെ കാരണം. പലപ്പോഴും നമ്മൾ ദൈവത്തിന്റെ വചനം അനുസരിക്കാതെ, ദൈവത്തോട് കൂട്ടായ്മയിൽ ജീവിക്കാതെ, പ്രാർത്ഥിക്കാതെ, നമ്മുടെ ബുദ്ധിയുടെ നിർദ്ദേശമനുസരിച്ച് നമ്മൾ പോകുമ്പോൾ, മനസ്സിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് നമ്മൾ പോകുമ്പോൾ, ദൈവാത്മാവിനാൽ നയിക്കപ്പെടാതെ വരുമ്പോൾ, നമുക്ക് ആത്മാവിൽ ജീവിക്കാതെ വരുമ്പോൾ ആണ് ഈ ഒരു ഭയം ഉണ്ടാകുന്നതും ആ ഭയത്തിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളും പ്രശ്നങ്ങളും അപകടങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഇത് ദൈവകോപമാണ് അല്ലെങ്കിൽ മറ്റാരുടെങ്കിലും കോപമാണെന്ന് പറയുന്നത്. സ്വർഗസ്ഥനായ നൽപിതാവേ, ബലവാനും കർത്താവും നീയേ പ്രഭോ. സ്വർഗസ്ഥനായ നൽപിതാവേ, ബലവാനും കർത്താവും നീയേ പ്രഭോ. സ്വർഗീയ ദൂതരൊന്നു ചേർന്ന് ശ്രുതിമീട്ടി ഞങ്ങൾ പാടിടുന്നു. സ്വർഗീയ ദൂതരൊന്നു ചേർന്ന് ശ്രുതിമീട്ടി ഞങ്ങൾ പാടിടുന്നു. സ്വർഗസ്ഥനായ നൽപിതാവേ, ബലവാനും കർത്താവും നീയേ പ്രഭോ. നാമത്തിൽ വന്നവനാ ദാവീദാത്മജനോശാന. കർത്താവിൻ നാമത്തിൽ വന്നവനാ ദാവീദാത്മജനോശാന. ഇനിയും വരുവോനനുഗ്രഹ
അനുഗ്രഹീതൻ ഉന്നത വീതിയിലോശാന. ഇനിയും വരുവോനനുഗ്രഹീതൻ ഉന്നത വീതിയിലോശാന. നീലാകാശവും മാമല നിരയും പാലൊളി വിതറും ചന്ദ്രികയും. നീലാകാശവും മാമല നിരയും പാലൊളി വിതറും ചന്ദ്രികയും. തീരവും തിരകളും താരഗണവും പാടുന്നു ദൈവം പരിശുദ്ധൻ. തീരവും തിരകളും താരഗണവും പാടുന്നു ദൈവം പരിശുദ്ധൻ. സ്വർഗസ്ഥനായ നൽപിതാവേ, ബലവാനും കർത്താവും നീയേ പ്രഭോ. സ്വർഗസ്ഥനായ നൽപിതാവേ, ബലവാനും കർത്താവും നീയേ പ്രഭോ. സ്വർഗീയ ദൂതരൊന്നു ചേർന്ന് ശ്രുതിമീട്ടി ഞങ്ങൾ പാടിടുന്നു. സ്വർഗീയ ദൂതരൊന്നു ചേർന്ന് ശ്രുതിമീട്ടി ഞങ്ങൾ പാടിടുന്നു. സ്വർഗസ്ഥനായ നൽപിതാവേ, ബലവാനും കർത്താവും നീയേ പ്രഭോ. അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ബൈബിളിൽ കാണുന്ന ദൈവം ശപിക്കുന്ന ദൈവമല്ല. ചില ഭാഗത്ത് ശാപങ്ങളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ പോലും ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. പക്ഷെ ആ അനുഗ്രഹം നമ്മളിലേക്ക് കടന്നു വരുന്നതിന് നമ്മുടെ വിശ്വാസക്കുറവ്, നമ്മുടെ പ്രാർത്ഥനയുടെ കുറവ്, നമ്മുടെ വിശുദ്ധിയുടെ കുറവ്, നമ്മൾ ആത്മാവിൽ ജീവിക്കാത്തത് കൊണ്ട് മാത്രമാണ് സംഭവിക്കുന്നതെന്ന് ഉറച്ച് അങ്ങോട്ട് വിശ്വസിക്കണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉയർച്ചയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഹൃദയ വിചാരങ്ങൾ, വെറുപ്പ്, വിദ്വേഷം, അസൂയ, കുശുമ്പ്, ഇങ്ങനെയുള്ള പാപചിന്തകൾ, അത് നാവിലൂടെ നമ്മൾ ഏറ്റുപറയുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ തകർച്ചകളും പ്രശ്നങ്ങളും കടന്നു വരുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സ് നല്ലതാണെങ്കിൽ, ആത്മാവ് നല്ലതാണെങ്കിൽ, ആത്മാവിൽ ദൈവം വസിക്കുന്നുണ്ടെങ്കിൽ നല്ല ചിന്തകൾ വരും. മറ്റുള്ളവരെ നന്മ കാണാൻ പറ്റും. മറ്റുള്ളവരെ പറ്റി നമ്മൾ നെഗറ്റീവ് പറയില്ല, ശാപകരമായ വാക്കുകൾ പറയത്തില്ല. നമ്മൾ ഈ ശാപകരമായ വാക്കുകൾ പറയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് തകർച്ചകൾ കടന്നു വരുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നത്. സങ്കീർത്തനം 34:13 ഇങ്ങനെ പറയുന്നത്: തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജ ഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് നമ്മളെ തിന്മയിലേക്ക്, ശാപകരമായ രോഗകരമായ തകർച്ചകളിലേക്ക് നമ്മളെ നയിക്കുന്നു. കാരണം ദൈവം നമുക്ക് ഒത്തിരി അനുഗ്രഹം തരുന്നുണ്ട്. ഈ അനുഗ്രഹം നമ്മളെ കളഞ്ഞു കുളിക്കുന്നത് നമ്മുടെ ഹൃദയവിചാരങ്ങളും അത് നമ്മളെ നാവിലൂടെ പറയുമ്പോഴാണ്. അതുകൊണ്ടാണ് നാവിനെ വിശുദ്ധീകരിക്കുവാനായിട്ട്, നമ്മുടെ ആത്മാവിനെ വിശുദ്ധീകരിക്കുവാനും ദൈവം ആഗ്രഹിക്കുന്നതും ദൈവത്തിന്റെ വചനം നമുക്ക് കാവലായിട്ട് തന്നിരിക്കുന്നതും. നമുക്ക് ക്ഷമിക്കുവാനും മറക്കുവാനും പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് വിശുദ്ധി പ്രാപിച്ചുകൊണ്ട് നമ്മുടെ ആത്മാവിനും മനസ്സിലും ശരീരത്തിലും നാവിലൂടെ നല്ല വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അഭിഷേകമായി മാറും, അനുഗ്രഹമായി മാറും. ദൈവത്തിന്റെ കൃപകൾ ചോർന്നു പോകുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ചിന്തയും ആ ചിന്തയുടെ അവസാനത്തെ ഫലമായിട്ട് വരുന്ന നമ്മുടെ വാക്കുകളുമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്. സങ്കീർത്തനം 7:14, 15, 16: ഇതാ ദുഷ്ടൻ തിന്മയെ ഗർഭം ധരിക്കുന്നു, അധർമ്മത്തെ ഉദരത്തിൽ വഹിക്കുന്നു, വഞ്ചനയെ പ്രസവിക്കുന്നു, താൻ കുഴി കുഴിക്കുന്നു, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുന്നു.
അവന്റെ ദുഷ്ടത അവന്റെ തലയിൽ തന്നെ പതിക്കുന്നു, അവന്റെ അക്രമം അവന്റെ നെറുകയിൽ തന്നെ പതിക്കുന്നു. അല്ലാതെ മറ്റൊരാളുടെ വാക്കോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ശാപകരമായ വാക്കുകളൊന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ തകർച്ചയ്ക്ക് കാരണം. നമ്മുടെ ചിന്ത, നമ്മുടെ ആത്മാവിലും മനസ്സിലും നാം ചിന്തിച്ചു കൂട്ടുന്നു. അവനിട്ട് 2 എണ്ണം കുട്ടിക്കണം, അല്ല അവനിട്ട് പകരം വീട്ടണം, അല്ലെങ്കിൽ നെഗറ്റീവ് കാര്യങ്ങൾ പറയുക, നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കുക, പാപചിന്തകളെ താലോലിക്കുക. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ അത് ഗർഭം ധരിക്കുകയാണ്, അത് വളരുകയാണ്. എന്നിട്ട് അത് നമ്മളിൽ നിന്ന് നാവിലൂടെ നമ്മൾ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത് പോലെ നമ്മൾ ഛർദ്ദിക്കുന്നു. നമ്മൾ നാവ് കണ്ടത് ഏറ്റു പറയുന്നു. വെറുപ്പും വിദ്വേഷവും പകയും എല്ലാം, അസ്വസ്ഥതകൾ എല്ലാം നമ്മുടെ സമൂഹത്തിലും കുടുംബത്തിലും എല്ലാം പകരുന്നു. അവസാനം നാം ഈ പറയുന്ന വാക്കിന്റെ ഒരു ഫലം നമുക്ക് തന്നെ ഉണ്ടാകുന്നു. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ തകർച്ചയ്ക്ക് കാരണം. അല്ല ദൈവത്തിന്റെ കോപമല്ല, മറ്റുള്ളവരുടെ ശാപകരമായ വാക്കുകളില്ല. നമ്മുടെ ചിന്തകള്, നമ്മുടെ വാക്ക്, പ്രവൃത്തി, അതിന്റെ ഫലം. ദൈവം പോലും ന്യായവിധി നടത്തുന്നവനാണ്. നമ്മുടെ പ്രവർത്തിക്കൊത്ത് ന്യായവിധി, നമ്മുടെ വാക്കിനനുസരിച്ചാണ് നമുക്ക് വിധി വരുന്നത്. അപ്പൊ ഈ ഒരു വലിയ സത്യം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ അതിജീവിക്കാനായിട്ട് പറ്റും. സങ്കീർത്തനം 9:8 ഇങ്ങനെയാ പറയുന്നത്: അവിടുന്ന് ലോകത്തെ നീതിയോടെ വിധിക്കുന്നു, അവിടുന്ന് ജനതകളെ നിഷ്പക്ഷമായി വിധിക്കുന്നു. നമ്മുടെ വിധി പോലെയല്ല. ഓരോരുത്തരുടെ ഹൃദയത്തിലുള്ള ചിന്തകള് അവന്റെ പ്രവൃത്തിക്കനുസരിച്ചാണ് ദൈവം വിധിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വിധി ന്യായപൂർവമായ വിധിയായിരിക്കും. അത് പക്ഷപാതം കാണില്ല. പക്ഷെ അങ്ങനെ നമുക്ക് ന്യായപൂർവമായിട്ടൊരു വിധി കിട്ടണം എന്നുണ്ടെങ്കിൽ നാം എപ്പോഴും അനുദപിച്ചുകൊണ്ടിരിക്കണം. വാക്ക്, പ്രവൃത്തി, ചിന്തകളൊക്കെ നേരിടുന്നു. ചിലര് കോപിക്കും. കോപം അവരുടെ ഒരു ബലഹീനതയായിരിക്കും. പക്ഷെ പാപം ചേരുന്ന വചനം പറയുന്നത് സങ്കീർത്തനം 4:4 പറഞ്ഞിങ്ങനെ: കോപിച്ചുകൊള്ളുക, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങൾക്കിടയ്ക്കൽ വെച്ച് ധ്യാനിച്ച് മൗനമായിരിക്കുക, ഉചിതമായ ബലികൾ അർപ്പിക്കുകയും കർത്താവിൽ ആശ്രയിക്കുകയും ചെയ്യും. കോപം എന്ന വികാരത്തെ നമ്മൾ നിയന്ത്രിക്കണം. വെറുപ്പായി മാറരുത്, വിദ്വേഷമായി മാറരുത്, പകരം വീട്ടരുത്. അതാണ് കോപത്തിന്റെ അനന്തരഫലമായിട്ടുള്ള പാപങ്ങൾ. മറ്റുള്ളവർ നമ്മളോട് കോപിച്ചാൽ നമുക്ക് വിഷമമുണ്ടാവും, മനസ്സ് മുറിയും. ഇതുപോലെയായിരിക്കും മറ്റുള്ളവരോട് നമ്മൾ കോപിച്ചാലും. അപ്പം നമ്മുടെ ബലഹീനതകളിൽ മാറുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവ് എന്നെ സഹായിക്കണമേ, ബലഹീനതയിൽ എന്നെ സഹായിക്കണമേ, കോപിക്കാതിരിക്കാൻ സഹായിക്കണമേ. കോപം വന്നാൽ തന്നെ അത് മുറിവാക്കി മാറ്റാതെ, വെറുപ്പാക്കി മാറ്റാതെ, വൈരാഗ്യമാക്കി മാറ്റാതെ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റണം. ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും വരുമ്പോൾ നാം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യമേ ചിന്തിക്കേണ്ടത് കർത്താവ് എന്റെ പാപങ്ങൾ ഏറ്റുപറയണം, എന്റെ പാപങ്ങൾ ക്ഷമിക്കണമെന്ന് ഏറ്റുപറയണം. കർത്താവെ, എന്റെ യൗവനത്തിലെ പാപങ്ങളും കഴിഞ്ഞകാല ജീവിതത്തിലെ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം അവിടുന്ന് മറക്കണമേ, ഓർക്കരുതേ. അങ്ങയുടെ അചഞ്ചലമായ സ്നേഹത്തിന് അനുസൃതമായി കരുണാപൂർവ്വം എന്നെ അനുസ്മരിക്കണമേ. കർത്താവെ, അങ്ങയുടെ നാമത്തെ പ്രതി എന്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കണമേ. എന്റെ പീഡകളും ക്ലേശങ്ങളും ഓർത്ത് എന്റെ പാപങ്ങൾ പൊറുക്കണമേ. എന്നെ പിശാചാണ് തകർക്കുന്നത്, പിശാചാണ് ശിക്ഷിക്കുന്നത്. ഞാൻ പാപം ചെയ്യുമ്പോൾ പിശാച് എന്നെ ശിക്ഷിക്കുന്നത് കൊണ്ടാണ് തകർച്ചകൾ വരുന്നത്, രോഗങ്ങൾ വരുന്നത്, പ്രശ്നങ്ങൾ വരുന്നത്, സാമ്പത്തിക കടക്കണികള്, ആത്മഹത്യ ചിന്തകള് ഒക്കെ വരുന്നത്. മദ്യപിക്കുവാനും മയക്കുമരുന്ന് കഴിക്കാനൊക്കെ ചിന്ത തരുന്നത് പിശാചാണ്. എന്നെ സഹായിക്കണേ, രക്ഷിക്കണമേ എന്ന് കർത്താവിനെ വിളിച്ചപേക്ഷിക്കണം. അല്ലാതെ നമ്മൾ കൂടുതൽ തകർച്ചകളിലേക്ക് നമ്മൾ പോവുകയല്ല ചെയ്യേണ്ടത്. കർത്താവിനെ വിളിച്ചപേക്ഷിക്കണം, പാപങ്ങളെ ഓർത്ത് അനുതപിക്കണം, പാപങ്ങൾ ഏറ്റുപറയണം. പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിന്റെ സാന്നിധ്യം കടന്നു വരും. നമ്മുടെ ആത്മാവിനും മനസ്സിനും ശരീരത്തിനും അനുഭവിക്കാൻ പറ്റും. അല്ലെങ്കിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നും പറഞ്ഞ് നമ്മൾ രക്ഷിക്കപ്പെടത്തില്ല. നമ്മൾ ദൈവത്തിന്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ രക്ഷിക്കപ്പെടുള്ളൂ. ദൈവം എല്ലാവരുടെയും കൂടെയുണ്ട്, എല്ലാ മനുഷ്യന്റെയും കൂടെയുണ്ട്. അതുകൊണ്ട് എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടത്തില്ല. എന്നാൽ ദൈവത്തിന്റെ കൂടെയുള്ള മനുഷ്യനാണ് രക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് കർത്താവിൽ പ്രത്യാശ അർപ്പിക്കാൻ സാധിക്കണം. ദുർബലരാകാതെ ധൈര്യം അവലംബിച്ച് കർത്താവിന് വേണ്ടി കാത്തിരിക്കാൻ സാധിക്കണം. പ്രാർത്ഥിച്ചുകൊണ്ട് കരഞ്ഞാൽ കണ്ണീരൊപ്പം സ്നേഹമല്ലേ എന്റെ നാഥനല്ലേ ഈശോ. തളർന്നാൽ താങ്ങി എന്നെയോ മനിക്കും സ്നേഹനാഥനല്ലേ ഈശോ. എൻ മുഖം വാടുമ്പോൾ, എൻ മനം നീറുമ്പോൾ, എന്റെ ചാരത്തു ചേരുന്നു സാന്ത്വനമായി. കരഞ്ഞാൽ കണ്ണീരൊപ്പം സ്നേഹമല്ലേ എന്റെ നാഥനല്ലേ ഈശോ. മനസ്സിൽ നിറ
തുണക്കിടുന്നു. ഭാരങ്ങൾ പേറി ഞാൻ വീണിടുമ്പോൾ തോളിൽ വഹിച്ചിടുന്നു. ഒരു കുഞ്ഞിനെ പോൽ തിരുമാറിലവൻ എന്നും എന്നെ ഉറക്കിടുന്നു. ഒരു കുഞ്ഞിനെ പോൽ തിരുമാറിലവൻ എന്നും എന്നെ ഉറക്കിടുന്നു. കരഞ്ഞാൽ കണ്ണീരൊപ്പും സ്നേഹമല്ലേ എന്റെ നാഥനല്ലേ ഈശോ. പകയാലൻ മനം നീറിടുമ്പോൾ ക്ഷമയായി വന്നിടുന്നു. പിഴകൾ ഞാനേറ്റു ചൊല്ലിടുമ്പോൾ മോചനം നൽകിടുന്നു. തന്റെ അനുഗ്രഹത്തിൻ തിരുകരങ്ങളവൻ എന്റെ ശിരസിൽ ചേർത്തിടുന്നു. തന്റെ അനുഗ്രഹത്തിൻ തിരുകരങ്ങളവൻ എന്റെ ശിരസിൽ ചേർത്തിടുന്നു. കരഞ്ഞാൽ കണ്ണീരൊപ്പും സ്നേഹമല്ലേ എന്റെ നാഥനല്ലേ ഈശോ. തളർന്നാൽ താങ്ങി എന്നെയോ മനിക്കും സ്നേഹനാഥനല്ലേ ഈശോ. എൻ മുഖം വാടുമ്പോൾ എൻ മനം നീറുമ്പോൾ എന്റെ ചാരത്തു ചേരുന്നു സാന്ത്വനമായി. കരഞ്ഞാൽ കണ്ണീരൊപ്പും സ്നേഹമല്ലേ എന്റെ നാഥനല്ലേ ഈശോ. ലണ്ടൻ മലയാളം റേഡിയോ അവൈലബിൾ ഓൺ iOS and Android applications. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, യാതന കേൾക്കണമേ, എന്നെ അവിടുന്ന് സഹായിക്കണമേ, എന്നെ അവിടുന്ന് സുഖപ്പെടുത്തണമേ. എൻ്റെ കഷ്ടപ്പാടിലും വേദനകളിലുമൊക്കെ എന്നോട് കരുണ തോന്നി അവിടുന്ന് എന്നെ സഹായിക്കണമേ, രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് വിളിച്ചു പ്രാർത്ഥിക്കണം. മൗനം പാലിക്കാതെ ദൈവത്തെ പാടിപ്പുകഴ്ത്തണം, ദൈവത്തെ ആരാധിക്കണം, പാപങ്ങളെ ഏറ്റുപറയണം. പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ മാത്രമേ ദൈവത്തിന്റെ കൂടുതൽ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുത്തുള്ളൂ. അതുകൊണ്ടാണ് സങ്കീർത്തനം 32 ഇങ്ങനെ പറയുന്നത്, 1 മുതലുള്ള 20 ഇങ്ങനെ പറയുന്നത്, അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ. ഞാൻ പാപങ്ങൾ ഏറ്റു പറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എന്റെ ശരീരം ക്ഷയിച്ചുപോയി. അപ്പോൾ ഞാൻ പാപങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചപ്പോൾ ആ പാപങ്ങൾ എന്നെ ശിക്ഷിച്ചു. ആ പാപങ്ങൾ എനിക്ക് കുറ്റബോധം തന്നു. ആ പാപങ്ങൾ എനിക്ക് നിരാശ തന്നു. ആ പാപങ്ങൾ മദ്യപിക്കുവാനും പാപം ചെയ്യുവാനും മർദ്ദിക്കുവാനും ക്രൂരമായി ചിന്തിക്കുവാനും പെരുമാറുവാനും ആത്മഹത്യ ചിന്തകളൊക്കെ എനിക്ക് തന്നു. എന്നാൽ ഞാൻ പാപങ്ങൾ ഏറ്റുപറഞ്ഞപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യവും സമാധാനം ഐശ്വര്യവും അഭിഷേകവും എനിക്ക് കിട്ടുന്നു. പിന്നീട് താഴോട്ട് പറയാണ് സങ്കീർത്തനം 32:5 മുതൽ, എന്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു, എന്റെ അകൃത്യം ഞാൻ മറച്ചുവെച്ചില്ല. എന്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു. ഇതാണ് ദൈവത്തിന്റെ സ്നേഹം. ആകയാൽ ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ. കഷ്ടത കര കവിഞ്ഞൊഴുകിയാലും അത് അവരെ സമീപിക്കുകയില്ല. അപ്പോൾ നമ്മുടെ ഇങ്ങനെയുള്ള ചിന്തകൾ, നമ്മുടെ പാപങ്ങൾ, നമ്മുടെ നെഗറ്റിവിറ്റി, ഇതൊക്കെയാണ് നമ്മളെ തിന്മയിലേക്കും തകർച്ചയിലേക്കും നയിക്കുന്നത്. ദൈവത്തിന്റെ അനുഗ്രഹം, ദൈവത്തിന്റെ സ്നേഹം, അനുഗ്രഹം എന്ന് പറയുന്നത് ദുഷ്ടന്റെയും ശിഷ്ടന്റെ മേലും ഒരേപോലെ മഞ്ഞും മഴയും പെയ്യ്ക്കുന്ന സ്നേഹമാണ്. പക്ഷെ അത് അനുഭവിക്കുവാനും പ്രാപിക്കുവാനും നമുക്ക് പറ്റാത്തത് നമ്മുടെ ചിന്തകൾ പാപങ്ങളെ താലോലിക്കുന്നു, പാപങ്ങൾ ഏറ്റുപറയുന്നില്ല, നമ്മൾ നമ്മളോട് ക്ഷമിക്കുന്നില്ല, കുറ്റബോധത്തിലും ഭയത്തിലും ദുഃഖത്തിലും നേറി നമ്മൾ കിടക്കുന്നത് കൊണ്ടാണ്. നമ്മളിലാണ് പ്രശ്നം. നമ്മുടെ വാക്കുകളാണ് നമ്മളെ ദൈവാനുഗ്രഹം കിട്ടുന്നതിന്
തടസ്സം നിൽക്കുന്നത്, അല്ലാതെ മറ്റുള്ളവരുടെ ശാപവാക്കുകളല്ല. സങ്കീർത്തനം 36:11 മുതലുള്ള വചനങ്ങൾ ഇങ്ങനെയാ പറയുന്നത്: അഹങ്കാരത്തിന്റെ പാദങ്ങൾ എന്റെ മേൽ പതിക്കാതിരിക്കട്ടെ, ദുഷ്ടരുടെ കൈകൾ എന്നെ ആട്ടി ഓടിക്കാതിരിക്കട്ടെ. തിന്മ ചെയ്യുന്നവർ അവിടെ തന്നെ വീണുകിടക്കുന്നു, എഴുന്നേൽക്കാനാവാത്ത വിധം അവർ വീഴ്ത്തപ്പെട്ടിരിക്കുന്നു. അപ്പൊ തിന്മ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഉയർച്ചയില്ലാത്തത്. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് നന്മ ചെയ്യുക, അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതനായി വസിക്കാം. കർത്താവിൽ ആനന്ദിക്കുക. രോഗം വന്നാലും പ്രശ്നം വന്നാലും തകർച്ച വന്നാലും ആനന്ദിക്കുക, നിരാശപ്പെടരുത്, ദുഃഖിക്കരുത്. അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. ദൈവത്തെ വിളിക്കുക. നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക. നീ തന്നെ ഭാരം ചുമക്കാതെ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എന്റെ അടുത്ത് വരാൻ പറഞ്ഞാൽ കർത്താവിലേക്ക് നിന്റെ വേദന, ദുഃഖം, കടബാധ്യതകൾ, നിന്റെ പ്രശ്നങ്ങൾ വിട്ടുകൊടുക്കുക. നിന്റെ കുടുംബജീവിതത്തിലെ അസ്വസ്ഥതകൾ, ജോലിയുടെ മേഖലയിലെ പ്രശ്നങ്ങൾ, ബിസിനസ് തകർച്ചകൾ എല്ലാം നീ വിട്ടുകൊടുക്കുക. അവിടുന്ന് നിന്നെ നോക്കിക്കോളും. അവിടുന്ന് പ്രകാശം പോലെ നിനക്ക് നീതി നടത്തിത്തരും. മധ്യാഹ്നം പോലെ നിന്റെ അവകാശവും. കർത്താവിന്റെ മുമ്പിൽ സ്വസ്ഥനായിരിക്കുക. അസ്വസ്ഥനായിട്ടല്ല നീ ഇരിക്കേണ്ടത്, സ്വസ്ഥനായിട്ടിരിക്കുക. ക്ഷമാപൂർവം അവിടുത്തെ കാത്തിരിക്കുക. അവിടുന്ന് പ്രവർത്തിക്കുന്ന വരെ നീ ക്ഷമയോടെ കാത്തിരിക്കുക. മനസ്സാകുമോ നാഥ സുഖമാക്കുവാൻ, ഒരു വാക്കു കൽപ്പിച്ചാൽ മതിയാകുമല്ലോ. നീ എന്റെ ഭവനത്തിൽ വരുവാൻ എനിക്കില്ല യോഗ്യത തെല്ലും നാഥ. ഒരു വാക്കു കൽപ്പിച്ചാൽ മതിയാകുമല്ലോ. ആ പാദചൂടം ഞാൻ സുഖമാകുവാൻ. മനസ്സാകുമോ നാഥ സുഖമാക്കുവാൻ. അനാഥരല്ല, ബലഹീനരല്ല, നീ കൂടെയുള്ളപ്പോൾ ഞങ്ങൾ. അനാഥരല്ല, ബലഹീനരല്ല, നീ കൂടെയുള്ളപ്പോൾ ഞങ്ങൾ. വിശ്വാസത്തിൻ ഫലമുളവാകാൻ കൃപ ചൊരിയണമേ നാഥ. വിശ്വാസത്തിൻ ഫലമുളവാകാൻ കൃപ ചൊരിയണമേ നാഥ. കൃപ ചൊരിയണമേ നാഥ. മനസ്സാകുമോ നാഥ സുഖമാക്കുവാൻ. സദാ വിളിപ്പൂ, കൈനീട്ടി നിൽപ്പൂ, നീ വരമേഘണേ നാഥ. സദാ വിളിപ്പൂ, കൈനീട്ടി നിൽപ്പൂ, നീ വരമേഘണേ നാഥ. ആശ്വാസത്തിൻ കുളിരറിയാനായി കൃപ ചൊരിയണമേ നാഥ. ആശ്വാസത്തിൻ കുളിരറിയാനായി കൃപ ചൊരിയണമേ നാഥ. കൃപ ചൊരിയണമേ നാഥ. മനസ്സാകുമോ നാഥ സുഖമാക്കുവാൻ. ഒരു വാക്കു കൽപ്പിച്ചാൽ മതിയാകുമല്ലോ. നീ എന്റെ ഭവനത്തിൽ വരുവാൻ എനിക്കില്ല യോഗ്യത തെല്ലും നാഥ.
മതിയാകുമല്ലോ. ആ പാദചൂടം ഞാൻ സുഖമാകുവാൻ മനസ്സാകുമോ നാഥ സുഖമാക്കുവാൻ. ദുഷ്ടമാർഗം അവലംബിച്ച് അഭിവൃദ്ധിപ്പെടുന്നവനെ കണ്ട് അസ്വസ്ഥനാകരുത്. എളുപ്പമാർഗത്തിലൂടെ കാശുകാരനാകുന്നവരെ കണ്ട്, തട്ടിപ്പിലൂടെ ചതിയിലൂടെ പണക്കാരനാകുന്നവനെ കണ്ട് നീ അസ്വസ്ഥനാകരുത്. കോപത്തിൽ നിന്നും അകന്നു നിൽക്കുക, ക്രോധം വെടിയുക, പരിഭ്രമിക്കാതിരിക്കുക. അത് നിന്നെ തിന്മയിലേക്ക് നയിക്കും. നീ ഈ വക നിന്റെ അസ്വസ്ഥതകളും ടെൻഷനും വറീസും ഒക്കെ അങ്ങ് വിട്ടുകളഞ്ഞിട്ട് ദൈവത്തിൽ ആശ്രയം വെച്ച്, ദൈവത്തിൽ പ്രത്യാശ വെച്ച് പ്രാർത്ഥനയോടെ നീ കാത്തിരിക്കുക. നിന്റെ ജീവിതത്തിൽ ഉയർച്ച തരും, അനുഗ്രഹം തരും. ആ ദൈവം നിന്റെ കൂടെയുണ്ട്. നിന്റെ ആത്മാവിലും മനസ്സിലും ശരീരത്തിലുണ്ട്. പക്ഷെ നീ ദൈവത്തിൽ നിന്നും അകലം സൂക്ഷിക്കുന്നതുകൊണ്ടാണ് പ്രശ്നം. നീ മറ്റുള്ളവരുടെ വാക്കുകളിലേക്ക് നോക്കുന്നതുകൊണ്ടാണ് പ്രശ്നം. മറ്റുള്ളവരുടെ പ്രവൃത്തിയിലേക്ക് നീ നോക്കുന്നതുകൊണ്ടാണ് പ്രശ്നം. നീ നിന്നിലേക്ക് തിരിയുക, നിന്റെ ഉള്ളിലുള്ള ദൈവത്തിലേക്ക് തിരിയുക. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ കർത്താവിനോട് പറയണം, ഞാൻ എന്റെ അകൃത്യങ്ങൾ ഏറ്റുപറയുന്നു, എന്റെ പാപത്തെപ്പറ്റി അനുദപിക്കുന്നു എന്ന് പറയണം. അപ്പോൾ ദൈവത്തിന്റെ കൃപ നമ്മളിലേക്ക് കടന്നു വരും. ഇത് പറയണം, ഞാൻ നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ എന്റെ വഴികൾ ശ്രദ്ധിക്കും. എന്റെ മുൻപിൽ ദുഷ്ടർ ഉള്ളിടത്തോളം കാലം എന്റെ നാവിന് ഞാൻ കണിഞ്ഞാണിടും. വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ ചിന്തയ്ക്കും നാവിനുമൊക്കെ നമ്മൾ കണിഞ്ഞാണിടേണ്ടത്. ഈ ലോകത്തിലധികം ഏറ്റവും അധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ ചിന്തകളും നാവും വഴിയാണ്. മനസ്സിൽ ഓരോ പദ്ധതികളും പിശാചുള്ള മനുഷ്യൻ മെനയും. അതനുസരിച്ച് നിരപരാധികളെ കൊന്നെടുക്കുന്നു. വർഗീയ കലാപങ്ങൾ, എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും ഒക്കെ മനുഷ്യൻ തിന്മ നിരൂപിച്ച് ഓരോരുത്തരും കൂട്ടം ചേർന്ന് ഓരോ പദ്ധതികളും മെനഞ്ഞ് ഓരോ സമൂഹത്തെ തകർത്ത് കളയുന്നത്. എന്തിന്റെ എല്ലാം പേരിലാണ്? ദൈവത്തിന്റെ പേരിൽ, മറ്റു പലതിന്റെയും പേരിൽ അസ്വസ്ഥതകളും പ്രശ്നങ്ങളും എല്ലാം സൃഷ്ടിക്കുന്നത്. അപ്പം പലരുടെ ഉള്ളിലുള്ള ചിന്തകളും അവരുടെ നാവിൽ നിന്ന് വരുന്ന വിഷമേറിയ വാക്കുകളുമാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് സങ്കീർത്തനം 50-17 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. നീ ശിക്ഷണത്തെ വെറുക്കുന്നു, എന്റെ വചനത്തെ നീ അവഗണിക്കുന്നു. കള്ളനെ കണ്ടാൽ നീ അവനോട് കൂട്ടുചേരും, വ്യഭിചാരികളോട് നീ ചങ്ങാത്തം കൂടുന്നു. നിന്റെ വായി നീ തിന്മയ്ക്ക് തുറന്നിട്ടിരിക്കുന്നു, നിന്റെ നാവ് വഞ്ചനയ്ക്ക് രൂപം നൽകുന്നു. നീ നിന്റെ സഹോദരനെതിരായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, സ്വന്തം സഹോദരനെതിരെ നീ അപവാദം വരുത്തുന്നു. നീ ഇതെല്ലാം ചെയ്തിട്ട് ഞാൻ മൗനം ദീക്ഷിച്ചു, നിന്നെപ്പോലെയാണ് ഞാനുമെന്ന് കരുതി. എന്നാൽ ഇപ്പോൾ ഞാൻ നിന്നെ ശാസിക്കുന്നു, നിന്റെ മുമ്പിൽ ഞാൻ കുറ്റങ്ങൾ നിരത്തിവെക്കുന്നു. അപ്പൊ നമ്മള് ശ്രദ്ധിക്കണം. നമ്മൾ ആർക്കെതിരെയും അപവാദങ്ങൾ പറയാതിരിക്കുവാനായിട്ടും സത്യം പറഞ്ഞ് മാത്രമേ വിധിക്കാവുള്ളൂ. അറിയാൻ മേലാത്ത കാര്യങ്ങൾ, കാണാത്ത കാര്യങ്ങൾ നമ്മൾ പറയരുത്. അല്ലെങ്കിൽ അത് വലിയ പ്രശ്നം തന്നെയാണ്. നമ്മൾ പ്രാർത്ഥിക്കണം, എന്റെ പാപങ്ങളിൽ നിന്ന് മുഖം തിരിക്കണമേ, എന്റെ അകൃത്യങ്ങൾ മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നെ സൃഷ്ടിക്കണമേ, അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. എന്റെ നാവിന് കടിഞ്ഞാടിടാനായിട്ട്, ചിന്തയ്ക്ക് കടിഞ്ഞാടിടാനായിട്ട് അവിടുന്ന് എന്നെ സഹായിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഇനി ചിലർക്ക് ശപിക്കുക ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അങ്ങനെ ശപിക്കുന്നവർ ആരായിക്കോട്ടെ, എത്ര ഉന്നതമായ സ്ഥാനം വഹിക്കുന്നവരായിക്കോട്ടെ, അവരുടെ ജീവിതത്തിലേക്ക് തകർച്ച വരും, അഭിഷേകം കട്ടായി പോകും. സങ്കീർത്തനം 109:17 ഇങ്ങനെയാ പറയുന്നത്, ശപിക്കുക അവൻ ഇഷ്ടമായിരുന്നു, ശാപങ്ങൾ അവന്റെ മേൽ നിപതിക്കട്ടെ. അനുഗ്രഹിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല, അത് അവനിൽ നിന്നും അകന്നു നിൽക്കട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇപ്പൊ ഞാനൊരു ശാപവാക്ക് പറഞ്ഞാൽ, വേറൊരാളെ ശപിച്ചു കഴിഞ്ഞാൽ, മക്കളെയോ മറ്റാരെങ്കിലും ശപിച്ചു കഴിഞ്ഞാൽ അത് എന്നിലേക്ക് മാത്രമേ വരികയുള്ളൂ, മക്കളെ കേൾക്കില്ല. അതുപോലെ നിങ്ങളുടെ അധികാരികളോ പുരോഹിതരോ മെത്രാനോ ആര് നിങ്ങളെ ശപിച്ചെന്ന് പറഞ്ഞാലും അത് നിങ്ങളെ ഏൽക്കില്ല. എല്ലാ പാപവും ശാപവും കർത്താവ് വഹിച്ചതാണ്. പിന്നെ നമ്മൾ ആ പറയുന്ന വ്യക്തിയുടെ മേലെ അത് തിരിച്ചു വരത്തുള്ളൂ. അനുദപിക്കാത്തിടത്തോളം അതിന്റെ ഒരു ഫലമുണ്ടായിരിക്കും. അവിടെ നമ്മൾ വാക്കുകളോ ഉപയോഗിക്കുന്ന വളരെ സൂക്ഷിച്ചു വേണം. നമ്മൾ മറ്റുള്ളവരെ ശപിക്കുകയോ കുറ്റം പറയുകയോ കുറ്റം വിധിക്കുകയും ചെയ്താൽ അത് നമുക്ക് തന്നെ തിരിച്ചു വരും. വസ്ത്രം എന്ന പോലെ അവൻ ശാപമണിഞ്ഞു, അത് ജലം പോലെ അവന്റെ ശരീരത്തിലും എണ്ണ പോലെ അവന്റെ അസ്ഥികളിലും കിനിഞ്ഞിറങ്ങട്ടെ. ഇതാണ് അനേകം വ്യക്തികളുടെ ജീവിതത്തിൽ അഭിഷേകം കിട്ടാത്തതിന്റെ, അനുഗ്രഹം കിട്ടാത്തതിന്റെ പ്രധാന കാരണം ഇതാണ്. മറ്റുള്ളവരെ ശപിക്കും, അവൻ അങ്ങനെ കിട്ടണം, അവർക്ക് അങ്ങനെ വരണം, അവൻ ഇത് വന്നാ പോരാ എന്നൊക്കെ പറഞ്ഞ് ശാപവാക്കുകൾ പറയും. അതുപോലെ മറ്റുള്ളവരെ വിധിക്കും. അതുകൊണ്ട് ആ വിധി നമ്മുടെ മേലുണ്ടാകും. ആ ഒരു ശാപകരമായ അവസ്ഥ നമ്മൾ പറയുന്ന വ്യക്തിയുടെ മേല്, കേൾക്കുന്ന വ്യക്തിയുടെ മേലല്ല. ഇനി കേൾക്കുന്ന വ്യക്തി അതിനെപ്പറ്റി ചിന്തിച്ച് ഭയത്തോടെ ജീവിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ജീവിതത്തിൽ നെഗറ്റീവ് പിശാച് തന്നാലും അവർ ചിന്തിക്കുക ആ വ്യക്തിയുടെ ശാപം കാരണമാണ്. ഒരിക്കലുമല്ല. ഇപ്പോൾ ഒരു വ്യക്തി ഒരാളെ ശപിച്ചു എന്ന് കരുതുക, നീ നശിച്ചു പോകട്ടെ, മുടിഞ്ഞു പോകട്ടെ എന്ന് പറയും. നമ്മളതങ്ങ് വിശ്വസിക്കുകയാണ്. അയ്യോ, പിന്നെ നമ്മുടെ ജീവിതത്തിൽ ആ കണ്ണുകൊണ്ടും മനസ്സുകൊണ്ടും വണ്ടി മുട്ടിയാലോ കാല് മുട്ടിയാലോ തലയിടിച്ചാലോ കാലൊടിഞ്ഞാലോ കൈയൊടിഞ്ഞാലോ എന്ത് തകർച്ച വന്നാലും നമ്മൾ ആദ്യമേ ഈ വ്യക്തിയായിരിക്കും ഓർക്കുന്നത്. അത് പിശാചിന്റെ ഒരു കളിയാണ്. അപ്പൊ നമ്മളെ ശപിക്കുന്നവരെ നമുക്ക് അനുഗ്രഹിക്കാൻ പറ്റണം, നമ്മളെ വേദനിപ്പിക്കുന്നവരെ നമുക്ക് അനുഗ്രഹിക്കാൻ പറ്റണം. ഇല്ലെങ്കിൽ ഈ ചിന്തകൾ നമ്മളെ നിരാശയിലേക്കും തകർച്ചയിലേക്കും കൊണ്ടുപോകും. പിശാച് അതെ പിടിച്ചു തൂങ്ങി
നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥതകളും തകർച്ചകളും കൊണ്ടുവരും. നമ്മളെ ശപിച്ച വ്യക്തികളെ നമുക്ക് സ്നേഹിക്കാൻ പറ്റാതെ വരും, വെറുപ്പ് വെച്ച് സൂക്ഷിക്കും. അതോടെ നമ്മുടെ കാര്യം കട്ടപ്പുകയാവും, നമുക്ക് ദൈവാനുഗ്രഹവും അഭിഷേകം കിട്ടില്ല. നമ്മൾ അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ വാക്കുകൾ ശ്രദ്ധിക്കണം. വചനത്തിൻ പൊരുളേ, കാരുണ്യക്കടലേ, തീരാത്ത ദുഃഖങ്ങൾ തീർക്കൂ, എന്റെ തീരാത്ത ദുരിതങ്ങൾ തീർക്കൂ. വചനത്തിൻ പൊരുളേ, കാരുണ്യക്കടലേ, തീരാത്ത ദുഃഖങ്ങൾ തീർക്കൂ, എന്റെ തീരാത്ത ദുരിതങ്ങൾ തീർക്കൂ. ആരാധിക്കുന്നേ, സ്തുതിച്ചിടുന്നേ ഞാൻ, കൃപ ചൊരിയൂ യേശുദേവാ. ആരാധിക്കുന്നേ, സ്തുതിച്ചിടുന്നേ ഞാൻ, കൃപ ചൊരിയൂ യേശുദേവാ. വചനത്തിൻ പൊരുളേ, കാരുണ്യക്കടലേ, തീരാത്ത ദുഃഖങ്ങൾ തീർക്കൂ, എന്റെ തീരാത്ത ദുരിതങ്ങൾ തീർക്കൂ. മറിയത്തിനുദരത്തിൽ ജനിച്ചു നീ, ലോകത്തിൻ രക്ഷകനായി അവതരിച്ചു. മറിയത്തിനുദരത്തിൽ ജനിച്ചു നീ, ലോകത്തിൻ രക്ഷകനായി അവതരിച്ചു. അപ്പോസ്തലന്മാരെ കൂട്ടിനു കൂട്ടി, സുവിശേഷം കൊടുത്തവൻ മാനവർക്കായി. അപ്പോസ്തലന്മാരെ കൂട്ടിനു കൂട്ടി, സുവിശേഷം കൊടുത്തവൻ മാനവർക്കായി. വചനത്തിൻ പൊരുളേ, കാരുണ്യക്കടലേ, തീരാത്ത ദുഃഖങ്ങൾ തീർക്കൂ, എന്റെ തീരാത്ത ദുരിതങ്ങൾ തീർക്കൂ. പാപങ്ങളെല്ലാം അകന്നു നിൻ ദർശനത്തിൽ, മനസ്സിനു ശാന്തി നീ നൽകിയില്ലേ. പാപങ്ങളെല്ലാം അകന്നു നിൻ ദർശനത്തിൽ, മനസ്സിനു ശാന്തി നീ നൽകിയില്ലേ. പാപിയാമടിയന്റെ ദുഃഖങ്ങൾ തീർത്തു, കരുണാമയൻ എനിക്കഭയമേകി. പാപിയാമടിയന്റെ ദുഃഖങ്ങൾ തീർത്തു, കരുണാമയൻ എനിക്കഭയമേകി. വചനത്തിൻ പൊരുളേ, കാരുണ്യക്കടലേ, തീരാത്ത ദുഃഖങ്ങൾ തീർക്കൂ, എന്റെ തീരാത്ത ദുരിതങ്ങൾ തീർക്കൂ. വചനത്തിൻ പൊരുളേ, കാരുണ്യക്കടലേ, തീരാത്ത ദുഃഖങ്ങൾ തീർക്കൂ, എന്റെ തീരാത്ത ദുരിതങ്ങൾ തീർക്കൂ. ആരാധിക്കുന്നേ, സ്തുതിച്ചിടുന്നേ ഞാൻ, കൃപ ചൊരിയൂ യേശുദേവാ. ആരാധിക്കുന്നേ, സ്തുതിച്ചിടുന്നേ ഞാൻ, കൃപ ചൊരിയൂ യേശുദേവാ.
വചനത്തിൻ പൊരുളേ, കാരുണ്യക്കടലിൽ തീരാത്ത ദുഃഖങ്ങൾ തീർക്കൂ, എന്റെ തീരാത്ത ദുരിതങ്ങൾ തീർക്കൂ. You are listening London Malayalam Radio. യേശുക്രിസ്തു ഇങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 22 മുതലുള്ള തിരുവചനങ്ങളെയാണ് പറയുന്നത്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്കിരയായി തീരും. നീ നിന്റെ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. നീ പ്രതിയോഗിയോട് വഴിക്ക് വെച്ച് തന്നെ രമ്യതപ്പെട്ടുകൊള്ളുക, അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെ നീ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടും. അവസാനത്തെ ചില്ലിക്കാശ് കൊടുത്തു വിട്ടുപോളും നീ അവിടെ നിന്ന് പുറത്തു വരികയില്ലെന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. ഒരു ന്യായവിധി നമുക്കുണ്ടാവും. നമ്മൾ പറയുന്ന വാക്കിന്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് വെറുപ്പ് വിദ്വേഷങ്ങളൊക്കെ വെച്ച് പുലർത്തിക്കൊണ്ട് കുർബാനയ്ക്ക് പോവുകയും ബലികളും കാഴ്ചകളും നേർച്ചയൊക്കെ ഇടുകയും ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു അനുഗ്രഹവും നമുക്ക് വരില്ല. ഹൃദയം നോക്കി, അതായത് ആത്മാവ് നോക്കി, നമ്മുടെ ചിന്ത നോക്കി, പ്രവൃത്തി നോക്കി, വാക്ക് നോക്കി വിധിക്കുന്ന ന്യായാധിപനായ ദൈവം നമ്മൾ ക്ഷമിക്കാത്തിടത്തോളം കാലം, ബന്ധങ്ങൾ നമ്മൾ രമ്യപ്പെടുത്താത്തിടത്തോളം കാലം സ്വർഗ്ഗരാജ്യത്തിൽ കയറാനായിട്ട് അനുവദിക്കത്തില്ല. ഇവിടെ ഈ ഭൂമിയിലെ കാര്യം മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ വഴക്കുകൾ കോടതിയിലേക്ക് എത്തി അല്ലെങ്കിൽ അവിടെ നിന്ന് ജയിലിലേക്ക് എത്തിക്കുന്നു എന്നത് മാത്രമല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. വെറുപ്പ് വിദ്വേഷം വെച്ചുകൊണ്ട് സ്വന്തം വാക്ക്, പ്രവൃത്തി, ചിന്ത വഴി നമ്മൾ പാപം ചെയ്തുകൊണ്ട് മറ്റുള്ളവരുടെ മേലെ ശാപകരമായ വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സ്വർഗീയ അനുഭവം, സ്വർഗത്തിൽ കയറാൻ പറ്റില്ല. ദൈവിക സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റാതെ വരുമെന്നാണ് കർത്താവ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ പറഞ്ഞത്, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്, വലത് കണ്ണത്തടിക്കുന്നവന് മറ്റേ കണ്ണം കൂടി കാണിച്ചു കൊടുക്കുക, തിരിച്ചടിക്കരുത്, പ്രതികാരം ചെയ്യരുത്, പക വീട്ടരുത് എന്നൊരു വലിയൊരർത്ഥമാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. അതുപോലെ നമ്മൾ വീണ്ടും കർത്താവ് നമ്മളോട് പറയുകയാണ്, നിങ്ങൾ അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളായിത്തീരും. അവിടുന്ന് ശിഷ്ടന്മാരുടെയും ദുഷ്ടന്മാരുടെയും മേലും സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യുകയും ചെയ്യുന്നു. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിജാതിരും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലേ? അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. ഒരു പരിപൂർണതയിലേക്കുള്ള വിളിയാണ് കർത്താവിടെ ആഹ്വാനം ചെയ്യുന്നത്. അല്ലെ മറ്റുള്ളവർ ചെയ്യുന്ന പോലെ പലിശക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ വ്യഭിചാരം ചെയ്തവർ അങ്ങോട്ടും ഇങ്ങോട്ട് സ്നേഹിക്കുന്നു, കൊട്ടേഷൻകാർ അങ്ങോട്ടും ഇങ്ങോട്ട് സ്നേഹിക്കുന്നു, കൂട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ട് സ്നേഹിക്കുന്നു, ഒരേ സമുദായത്തിൽപ്പെട്ടവർ സ്നേഹിക്കുന്നു, ഒരേ മതത്തിൽപ്പെട്ടവർ സ്നേഹിക്കുന്നു, നന്മ ചെയ്യുന്നു, സഹായിക്കുന്നു, കടം കൊടുക്കുന്നു. ഇത് എന്ത് വ്യത്യാസം? എന്നാൽ അതിനപ്പുറത്ത് എല്ലാ മനുഷ്യരെ സ്നേഹിക്കുകയും എല്ലാ മനുഷ്യർക്കും നന്മ ചെയ്യുകയും ക്ഷമിക്കുകയും പകരം വീട്ടാതിരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ദൈവിക സാന്നിധ്യം, സ്വർഗീയ ഭാഗ്യം നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അനുഗ്രഹം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ അനുഗ്രഹമായി മാറണം, മറ്റുള്ളവരെ അനുഗ്രഹിക്കണം. മറ്റുള്ളവരുടെ ശാപവാക്കുകൾ നമ്മുടെ മേൽ ഏൽക്കില്ല. എന്നാൽ നമ്മൾ അതിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ അവരെ വെറുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ തകർച്ചകൾ വരും. നമ്മളെ പീഡിപ്പിക്കുന്നവരെ നമ്മൾ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ, നമ്മളെ ശപിക്കുന്നവരെ നമ്മൾ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് നന്മയ്ക്കായി മാറും. അല്ലാതെ അതിനോർത്ത് ഭയപ്പെട്ടിരുന്നാൽ, വെറുപ്പും വിദ്വേഷവും വെച്ചും പുലർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയും ഉണ്ടാകില്ല. നമ്മുടെ ജീവിതത്തിൽ ചെറുപ്പം മുതൽ, കുഞ്ഞുനാളിലെ മുതൽ അനേകർ ശാപവാക്കുകൾ പറഞ്ഞു കാണും. നീയൊന്നും ഗുണം പിടിക്കില്ല, നീയൊന്നും നന്നാകില്ല. മാതാപിതാക്കളോ ബന്ധുക്കളോ വല്യപ്പനോ വല്യമ്മയോ അച്ഛനോ മെത്രാനോ അധ്യാപകരോ ആരെങ്കിലുമൊക്കെ നാട്ടുകാരോ ഒക്കെ നമ്മളെ ശപിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട വലിയൊരു കാര്യമുണ്ട്. അങ്ങനെ നിങ്ങളെ ശപിച്ച ഓരോ വ്യക്തികളെ നിങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് പിന്നീട് പശ്ചാത്തപിക്കാനായിട്ട് ദൈവം കൃപ നൽകും, അവർക്ക് ഓർമ്മയിൽ കൊടുക്കും. നീ അങ്ങനെ ശപിച്ചത് ശരിയായില്ല. ഇല്ലെങ്കിൽ അവർക്കാണ് കുഴപ്പം. നിങ്ങളെ ശപിച്ച നിങ്ങളുടെ അധ്യാപകർക്ക്, നിങ്ങളെ ശപിച്ച ആത്മീയ പിതാക്കന്മാർക്ക്, നിങ്ങളെ ശപിച്ച മാതാപിതാക്കൾക്ക് സന്തോഷവും സമാധാനവും മക്കളുടെ പരിചരണവും കിട്ടാതെ, അനേകം മാതാപിതാക്കൾക്ക് പരിചരണം മക്കളിൽ നിന്ന് കിട്ടാത്തതിന്റെ, അനേകം മാതാപിതാക്കൾ, എല്ലാ കാര്യത്തിലും എക്സെപ്ഷൻ ഉണ്ട് കേട്ടോ,
എല്ലാം നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും നല്ലൊരു ശതമാനം മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങളുടെ സ്നേഹമോ പരിചരണമോ കിട്ടാത്തതിന്റെ ഒരു പ്രധാന കാരണം ഇതാണ്. അവർ കുഞ്ഞുനാളിലെ കുഞ്ഞുങ്ങളോട് പറഞ്ഞ ശാപകരമായ വാക്കുകൾ, അവരെ അനുഗ്രഹിക്കാതെ നടന്ന കാലഘട്ടങ്ങൾ, അവരെ സ്നേഹിക്കാതെ, അവർക്ക് ഉരുമ പോലും കൊടുക്കാതെ, സ്നേഹം കൊടുക്കാതെ കടുത്ത ശിക്ഷണത്തിൽ വളർത്തിയതിന് ഫലം. അതിലൂടെയൊക്കെ എന്താ സംഭവിക്കുന്നത്? കുഞ്ഞുങ്ങളുണ്ടായ മുറിവുകൾ, കുഞ്ഞുങ്ങൾക്ക് കിട്ടാത്ത അഭിഷേകം, അനുഗ്രഹം, അത് അവർക്ക് തിരികെ കൊടുക്കാൻ പറ്റാതാവുന്നു. നമ്മളും നമ്മുടെ കുടുംബങ്ങളും എല്ലാം അനുഗ്രഹിക്കപ്പെടണം. മാതാപിതാക്കളും മക്കളും എല്ലാം അനുഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യമേ മാതാപിതാക്കളും മക്കളെ അനുഗ്രഹിക്കുമ്പോൾ മക്കൾ തിരിച്ച് മാതാപിതാക്കൾക്ക് ഒരു അനുഗ്രഹമായിരിക്കും. നിന്റെ തകർച്ചയിൽ ആശ്വാസമേകാ, നിന്റെ തളർച്ചയിലൊന്നു ചേരാ, നിന്നെ താരാട്ടു പാടിയുറക്കാം. ഇതാ നിന്റെ അമ്മ, നിന്റെ തകർച്ചയിൽ ആശ്വാസമേകാ, നിന്റെ തളർച്ചയിലൊന്നു ചേരാ, നിന്നെ താരാട്ടു പാടിയുറക്കാം. ഇതാ നിന്റെ അമ്മ. സ്നേഹത്തോടെന്നെ ഉദരത്തിൽ വഹിച്ചവളല്ലോ, ത്യാഗത്തോടെന്നെ കരങ്ങളിൽ താങ്ങിയോളല്ലോ. നിൻ വേദനയിൽ, നിൻ സഹനത്തിൽ വിങ്ങി വിതുമ്പും നിൻ ഹൃദയക്കോണിൽ നിർമ്മല സ്നേഹത്തെളി നീരു നൽകാ. ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ അമ്മ. തിരുക്കുടുംബത്തിൻ നാഥയാണമ്മ, തിരുസഭയുടെ നാഥയാണമ്മ, നിത്യം പരിശുദ്ധ മറിയമാമമ്മ. ഇതാ നിന്റെ അമ്മ. പാപികൾക്കെന്നെന്നും ആശ്രയമായവളല്ലോ, പാപിക്കായെന്നും പ്രാർത്ഥിക്കുന്നവളല്ലോ. പാപച്ചേറ്റിൽ നീ പിടയുമ്പോൾ സാന്ത്വനമേകാൻ നിൻ കണ്ണീരൊപ്പാൻ നിന്നെ എന്നും മാറോടു ചേർക്കാം. ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ അമ്മ. നിന്റെ തകർച്ചയിൽ ആശ്വാസമേകാ, നിന്റെ തളർച്ചയിലൊന്നു ചേരാ, നിന്നെ താരാട്ടു പാടിയുറക്കാം. ഇതാ നിന്റെ അമ്മ, ഇതാ
അതാണ് നമുക്ക് കിട്ടും. നാം പറയുന്ന വാക്കിന്റെ, നാം ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമേ നമുക്ക് കിട്ടുകയുള്ളൂ. തീർച്ചയായിട്ടും അപ്പൊ നല്ലത് വിതച്ചാൽ നല്ലത് കൊയ്യാം, തിന്മ വിതച്ചാൽ തിന്മയുടെ ഫലം കൊയ്യാം. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ വലിയൊരു പാഠം നമുക്ക് യാക്കോബ് പഠിപ്പിക്കുന്നുണ്ട്. യാക്കോബ് ജോസഫിന്റെ മക്കളെ അനുഗ്രഹിച്ചുകൊണ്ട് വലിയൊരു ആത്മീയ സത്യം നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. നല്ലതാണത്. ഉൽപ്പത്തിയുടെ പുസ്തകം 49-ാം അധ്യായം അതിന്റെ 25 മുതലുള്ള തിരുവചനം ഇങ്ങനെയാ പറയുന്നത്: നിന്റെ പിതാവിന്റെ ദൈവം നിനക്ക് തുണയായിരിക്കും, സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കും. മുകളിലുള്ള ആകാശത്തിന്റെയും കീഴിലുള്ള ആഴത്തിന്റെയും ഉദരത്തിന്റെയും മാറിടത്തിന്റെയും അനുഗ്രഹങ്ങൾ നിനക്കുണ്ടാകട്ടെ. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ അനുഗ്രഹം മാത്രമല്ല, അപ്പന്റെയും അമ്മയുടെയും എല്ലാം അനുഗ്രഹം നിനക്കുണ്ടാകട്ടെ. ദൈവം സൃഷ്ടിച്ച സകല വസ്തുക്കളുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ. സ്വർഗത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നിന്റെ പിതാവിന്റെ അനുഗ്രഹങ്ങൾ നിത്യപർവ്വതങ്ങളുടെ ഔദാര്യത്തെക്കാളും ശാശ്വത ഗിരികളുടെ അനുഗ്രഹങ്ങളെക്കാളും ശക്തങ്ങളാണ്. അവ ജോസഫിന്റെ ശിരസിൽ തന്റെ സഹോദരങ്ങളിൽ നിന്നും വേർപെട്ടിരുന്നവന്റെ മൂർധാവിൽ വർഷിക്കപ്പെടട്ടെ. ജോസഫിനെ അനുഗ്രഹിച്ചുകൊണ്ട് യാക്കോബ് പറയുന്ന വാക്കുകളാണ്. യാക്കോബിന്റെ അറിയാം തന്റെ ജീവിതത്തിൽ വന്ന തെറ്റുകുറ്റങ്ങൾ, അതുവഴിയായി ജോസഫിന്റെ ജീവിതത്തിലുണ്ടായ സഹനങ്ങൾ, അതുപോലെ ജോസഫിന് തന്റെ കൂടപ്പിറപ്പുകളിൽ നിന്ന് കിട്ടിയ പീഡനങ്ങൾ, വാക്കുകൊണ്ട് പ്രവൃത്തി മൂലമുണ്ടായ പീഡനങ്ങളെല്ലാം മനസ്സിലാക്കിയ ശേഷം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. പറയാണ്, നിന്റെ പിതാവിന്റെ അനുഗ്രഹങ്ങള് നിത്യപർവ്വതങ്ങളുടെ ഔദാര്യം. എന്ന് വെച്ചാൽ നിത്യപർവ്വതം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് അബ്രഹാമിനെയാണ്. ശാശ്വത ഗിരികൾ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഇസ്രായേൽ അല്ലെങ്കിൽ ഇസഹാക്കിനെയാണ്. എന്നിട്ട് യാക്കോബ് പറയാണ്, അവ ശക്തങ്ങളാണ്. അതായത് നിന്റെ വല്യപ്പന്റെയും വല്യപ്പന്റെ അപ്പനെയും മറ്റേതൊരു വ്യക്തിയുടെ അനുഗ്രഹത്തെക്കാളും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്റെയും നിങ്ങളുടെയും പിതാവിന്റെ അനുഗ്രഹം. പിതാവായ ഞാൻ എന്റെ മക്കളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്ന മറ്റ് ഏതൊരു വലിയ വ്യക്തി, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, ഏതൊരു വലിയൊരു വ്യക്തി അനുഗ്രഹിക്കുന്നതിനേക്കാളും വലുതാണ്. എത്ര കുറ്റവും കുറവും ഉണ്ടായിക്കട്ടെ, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് ദൈവമേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു നോക്കിയേ. രാവിലെ എണീക്കുമ്പോഴോ അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നതിന് മുമ്പോ കിടന്നുറങ്ങുന്നതിന് മുമ്പോ അനുഗ്രഹിക്കണം. ദൈവമേ നീ അനുഗ്രഹിക്കണമേ, ഞാനിവരെ അനുഗ്രഹിക്കുന്നു. ആയുസ്സും ആരോഗ്യവും കൊടുക്കണമേ, വിശുദ്ധി കൊടുക്കണമേ, സ്നേഹം കൊടുക്കണമേ, നന്മ കൊടുക്കണമേ, മറ്റുള്ളവരെ സ്നേഹിക്കാനും നന്മ ചെയ്യാനും പ്രാർത്ഥിക്കാനുമുള്ള ഒരു കൃപ കൊടുക്കണമേ, അഭിഷേകത്തിൽ വിശുദ്ധിയിൽ ജീവിക്കാൻ ഈ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെയാകുമ്പോൾ അവർ വളർന്നു വലുതായി കഴിയുമ്പോൾ നമുക്കൊരു അനുഗ്രഹമായി മാറും, നമുക്ക് അവർ തുണയായി മാറും. മക്കൾ തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ അനുഗ്രഹിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമ്മൾ മറന്നുപോയി. അവരെ ചട്ടങ്ങളും നിയമങ്ങളും വെച്ച് നമ്മൾ പഠിപ്പിക്കാൻ നോക്കി. മക്കളെ അനുഗ്രഹിക്കണം, അപ്പന്റെ അനുഗ്രഹം. അതുപോലെ കുഞ്ഞുമക്കളെ, നിങ്ങളുടെ അപ്പന് എന്ത് കുറവുണ്ടായിക്കോട്ടെ, അപ്പന്റെ അനുഗ്രഹം നിങ്ങൾ മേടിക്കണം. സ്കൂളിൽ പോകുന്നതിന് മുമ്പ്, കോളേജിൽ പോകുന്നതിന് മുമ്പ്, ജോലിക്ക് പോകുന്നതിന് മുമ്പ്, ഡാഡി എന്റെ തലയിൽ നിന്ന് കൈവച്ച് എന്നെ ഒന്ന് ബ്ലസ് ചെയ്യൂ. ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ്, എവിടെ പോകുന്നതിന് മുമ്പ് ഓരോ ദിവസവും നിങ്ങളുടെ പിതാവിന്റെ അനുഗ്രഹം ഒന്ന് വാങ്ങിച്ചു നോക്കിക്കേ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകും. അതുപോലെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളൊരു കൊച്ചു വാക്കുകൊണ്ട് പോലും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ശപിക്കരുത്. അത് നിങ്ങൾക്ക് മേൽ ഒരു വലിയൊരു ഡെമോക്രസിന്റെ വാള് പോലെ നിങ്ങളുടെ മേൽ എപ്പോഴും അതൊരു ശാപകരമായിട്ട് കിടക്കും. നിങ്ങൾ പറയുന്ന വാക്കുകൊണ്ട് തന്നെ ദൈവം നിങ്ങളെ വിധിക്കും. അതുവഴി നിങ്ങൾക്ക് മക്കളിൽ നിന്ന് നിങ്ങൾക്ക് യാതൊരു സഹായവും കിട്ടാതെ വരും. നിങ്ങൾ വാർദ്ധക്യകാലം കട്ടപ്പുകയായി മാറും. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം നിങ്ങൾ. എന്റെ യാക്കോബ് പറയാണ്, അവ ജോസഫിന്റെ ശിരസിൽ തന്റെ സഹോദരങ്ങളിൽ നിന്നും വേർപെട്ടിരുന്നവന്റെ മൂർധാവിൽ വർഷിക്കപ്പെടട്ടെ. അപ്പോൾ ഇങ്ങനെ നമുക്ക് അനുഗ്രഹിക്കാനായിട്ട് പറ്റണം എല്ലാവരെയും. അതുകൊണ്ട് ഈശോ പറഞ്ഞ, നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവേൻ. ഈ പീഡിപ്പിക്കുന്നവർ രക്ഷപ്പെട്ടു പോകണമെങ്കിൽ, അവർക്ക് മനസാന്തരം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അനേകര് അവരെ പീഡിപ്പിച്ചവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവരൊക്കെ മാനസാന്തരപ്പെട്ട് അനേകം ദേവദാസന്മാരായി തീർന്നു. കുറ്റം പറയുകയും വിധിക്കുകയും ശുശ്രൂഷകളൊക്കെ മുടക്കുകയും ചെയ്തവരൊക്കെ പിന്നീട് ശുശ്രൂഷകരായി മാറി ദൈവവേല ചെയ്യുന്നവരായി മാറ്റപ്പെട്ടതിന്റെ ഒരു പ്രധാന കാരണം, പീഡനം കിട്ടിയവര് പീഡിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സ്തേഫാനോസ് തന്നെ പീഡിപ്പിച്ചതിന് നേതൃത്വം കൊടുത്ത വ്യക്തിയായ സാവൂളിനു വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴാണ് സാവൂൾ മാനസാന്തരപ്പെട്ട് പൗലോസായി മാറ്റപ്പെടുന്നത്. അനേകം പീഡകരാണ് പിന്നീട് ദൈവവേലക്കാരായി മാറ്റപ്പെടുന്നത്. അപ്പൊ നമുക്ക് ഇത് വലിയൊരു പാഠമായിട്ട് നമുക്ക് എടുക്കാം. നമുക്ക് തന്നെ അറിയാം, സിസ്റ്റർ റാണി മരിയ, ആ റാണി മരിയ കുത്തിക്കൊലപ്പെടുത്തിയ ആള്, ആ ആൾക്ക് ആ സിസ്റ്ററിന്റെ സഹോദരി മാപ്പ് കൊടുത്തു, ജയിലിൽ പോയി കണ്ടു. അതുപോലെ തന്നെ മാതാപിതാക്കൾ മാപ്പ് കൊടുത്തപ്പോൾ ഇന്ന് ആ ഒരു വ്യക്തി എന്തുമാത്രം മാറി. ആ വ്യക്തി ഇപ്പോൾ ആ ഒരു കൊലയാളി ഇപ്പോൾ ഒരു ദൈവദാസനായി മാറി, ദൈവവേല ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറ്റപ്പെട്ടു. ഇതുപോലെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ എത്രയോ വ്യക്തികൾ മാറ്റപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു അനുഗ്രഹമായി തീരാം, മറ്റുള്ളവരെ അനുഗ്രഹിക്കാം. ശാപങ്ങൾ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ വാക്കുകൾ നമ്മുടെ മേൽ ഏൽക്കില്ല. എല്ലാ പാപവും എല്ലാ ശാപവും കർത്താവായ യേശുക്രിസ്തു തന്റെ ഗാഗുൽത്ത ബലിയിലൂടെ അത് വഹിച്ചു, അത് പിതാവാൻ ദൈവത്തിന് സമർപ്പിച്ചു. ദൈവത്തിന്റെ എല്ലാ ക്രോധവും എടുത്തു മാറ്റി, ദൈവത്തിന്റെ മോനും മോളുമാക്കി നമ്മളെ മാറ്റി. കർത്താവ് അനുഗ്രഹിച്ചതുപോലെ നമുക്ക് അനുഗ്രഹിക്കാൻ പറ്റണം.
നമ്മൾ കാണും കർത്താവ് അത്തിമരത്തെ ശപിച്ചപ്പോൾ ഉണങ്ങിപ്പോയില്ലേ, അപ്പോൾ അത് ശപിക്കുന്നത് നല്ലതല്ലേ? ശപിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഫലം അവിടെ കർത്താവ് കാണിച്ചു തരികയാണ്. ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരിക്കലും നമ്മൾ ആരെയും ശപിക്കാൻ പാടില്ല. അപ്പോൾ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് അനുഗ്രഹമായി തീരാം. ദൈവത്തിന്റെ വചനങ്ങൾ നമുക്ക് അനുസരിക്കാം, മറ്റുള്ളവരെ അനുഗ്രഹിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്റെ ഈശോ സ്നേഹമായി എന്നിലേക്കെഴുന്നള്ളുമ്പോൾ, എന്റെ ഈശോ സ്നേഹമായി എന്നിലേക്കെഴുന്നള്ളുമ്പോൾ, എല്ലാം മറന്നു സ്തുതി പാടുന്നു നിന്നിൽ അലിയ മിഴിനീരോടെ. ആരാധന 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 ആരാധന. എന്റെ യേശു സ്നേഹമായി എന്നിലേക്കെഴുന്നള്ളുമ്പോൾ, എല്ലാം മറന്നു സ്തുതി പാടുന്നു നിന്നിൽ അലിയാൻ മിഴിനീരോടെ. ആരാധന 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 ആരാധന. നിന്നാമം ഉരുവിടുവാൻ, നിൻ ഗീതം ആലപിക്കാൻ. നിന്നാമം ഉരുവിടുവാൻ, നിൻ ഗീതം ആലപിക്കാൻ. എന്നാവിനെ ഒരുക്കിയിടുന്നു വണങ്ങിടുന്നു. എന്നാവിനെ ഒരുക്കിയിടുന്നു തിരുപ്പാതെ വണങ്ങിടുന്നു. എന്റെ യേശു സ്നേഹമായി എന്നിലേക്കെഴുന്നള്ളുമ്പോൾ, എല്ലാം മറന്നു സ്തുതി പാടുന്നു നിന്നിൽ അലിയാൻ മിഴിനീരോടെ. ആരാധന 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 ഭോജനമായി, നിൻ രക്തം പാനീയമായി. നിൻ മാംസം ഭോജനമായി, നിൻ രക്തം പാനീയമായി. നിന്നിലായി ലയിക്കും എൻ ജീവിതം നിൻ തിരുമുൻപിൽ സമർപ്പിക്കുന്നു. നിന്നിലായി
ലയിക്കും എൻ ജീവിതം നിൻ തിരുമുൻപിൽ സമർപ്പിക്കുന്നു. എൻ്റെ ഈശോ സ്നേഹമായി എന്നിലേക്കെഴുന്നള്ളുമ്പോ എല്ലാം മറന്നു സ്തുതി പാടുന്നു.